നമസ്കാരം. വൻ നിധിശേഖരമുള്ളതിനാൽ തന്നെ അതീവ സുരക്ഷാ മേഖലയായാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പരിഗണിക്കുന്നത്. എന്നാൽ സമീപകാലത്തായി പലപ്പോഴും ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതെ പോയതും പിന്നീട് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതും അടുത്തിടെയാണ്. ആ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഇനിയും പോലീസിനായിട്ടില്ല. അതിനിടെയാണ് അനുമതിയില്ലാതെ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയത് ക്ഷേത്ര അധികൃതരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. കൊറിയൻ യുവതിയാണ് ഡ്രോൺ പറത്തിയത് എന്നാണ് സൂചന. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഇതടക്കം നിരവധി വാർത്തകൾ പരിശോധിക്കാനുണ്ട്. സ്വാഗതം സ്പോട്ട് ലൈവിലേക്ക്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതിയെന്നാണ് സംശയം. വ്ളോഗറായ യുവതി 2 ദിവസം ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. യുവതിയുടെ യാത്രാ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം എമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച യുവതി ഇന്ത്യ വിട്ടിട്ടില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. യുവതിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ഡാൻ, ഒരു വ്ളോഗർ ഇവിടെ എത്തി ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും മനസ്സിലാക്കാതെ അറിയാതെ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു എന്നതിനപ്പുറം ഗുരുതരമായ എന്തെങ്കിലും വിഷയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന പോലീസിന് ലഭ്യമാകുന്നുണ്ടോ? ആര്യ, ഇപ്പോൾ സൂചിപ്പിച്ച തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് മറ്റ് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഫോർട്ട് CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി രാത്രി 10 മണിയോടെയായിരുന്നു ഈ പത്മതീർത്ഥക്കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ വയർലെസ് സെറ്റിലൂടെ ഈ വിവരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. മിനിറ്റുകൾക്കകം ഉദ്യോഗസ്ഥർ ഈ പത്മതീർത്ഥക്കുളത്തിന് സമീപത്തേക്ക് എത്തുന്നു. പക്ഷേ ഡ്രോണോ അത് പറത്തിയ ആളെക്കുറിച്ചുള്ള ഒരു സൂചനകളും ലഭിക്കുന്നില്ല. ഇത് അപ്രത്യക്ഷമാകുകയാണ്. പിന്നീട് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഈ വിവിധ ഏജൻസികളുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ. അവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചെടുക്കുന്നു. അവരുടെ ഡ്രോണുകൾ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ അവരാരും ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. ഇതോടെ രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ഡ്രോൺ പറത്തിയത് ആരാണ്, ഏത് ഡ്രോണാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അതും ഫലം കണ്ടില്ല. അങ്ങനെ ഒടുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് പൈങ്കുനി ഉത്സവത്തിൽ ഈ ഒരു കൊറിയൻ യുവതി പങ്കെടുത്തിരുന്നു. പൈങ്കുനി ഉത്സവത്തിൻ്റെ സമയത്ത് ഡ്രോണുമായി ഒരു കൊറിയൻ വ്ളോഗർ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിന്നീട് ഇവർ കേരളത്തിലെ പല പ്രധാനപ്പെട്ട ഉത്സവ സ്ഥലങ്ങളിലും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായി അവർ എത്തിയതാണ് എന്നാണ് ലഭിച്ച സൂചനകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കവെയാണ് അവർ രാജ്യം വിട്ടിട്ടില്ല എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവരെ കണ്ടെത്തി വിശദമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ സഹായം പോലീസ് തേടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ ഡ്രോൺ പറത്തി എന്നുള്ള വിഷയം കണ്ടെത്താനും സ്ഥിരീകരിക്കാനും ഇപ്പോൾ പൈങ്കിനി ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായല്ലോ, നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം അതിൽ വന്നത് എന്നുള്ള ഒരു സംശയം നിൽക്കുന്നു ഡാൻ? അതിൽ വീഴ്ച സംഭവിച്ചത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ഈ ഡ്രോൺ പറത്താനുള്ള നീക്കം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായാൽ അത് നിരീക്ഷിക്കുന്നതിനും കൃത്യമായി ഉടൻ തന്നെ അത് തടുക്കുന്നതിനുമുള്ള നടപടികൾ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എല്ലാ നടകളിലും പ്രവേശന കവാടങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട സർവൈലൻസ് ഉണ്ട്. CCTV സർവൈലൻസ് ഉണ്ട്. 24 മണിക്കൂറും അത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർ കൺട്രോൾ റൂമിലുണ്ട്. അതോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോസ് ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഈ രാത്രി 10 മണിയാകുന്ന സമയത്ത് ഇങ്ങനെയൊരു യുവതി എത്തി ഡ്രോൺ പറത്തി ഈ പത്മതീർത്ഥക്കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറന്നു എന്നതാണ് അവിടുത്തെ സുരക്ഷാ വീഴ്ച.
അത് അവർ പിന്നീട് എന്ത് ചെയ്തു, അത് മറ്റെന്തെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും അത് അത്രയധികം സമയം പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറക്കാനിടയായ സാഹചര്യം എന്തുകൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പോലീസിന് മേൽ ഉയരുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അസ്വാഭാവികതയൊന്നും ഇല്ല. അവർ സാധാരണയായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവരുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നത് പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കൂടി അല്ലെ പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഈ ഡ്രോൺ ഉപയോഗിക്കുകയായിരുന്നു എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തമാകുന്നതും. എന്തായാലും ഈ യുവതി ആരാണ്, ഇവർ എവിടെയാണ് എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി രാജ്യം വിടുന്നതിന് മുമ്പ് അവരിൽ ഈ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ആ യുവതി ചിത്രങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ധനസമ്പത്തുള്ള ക്ഷേത്രമാണ്, അത്രത്തോളം വലിയ സുരക്ഷയാണ്. സാധാരണക്കാരായിട്ടുള്ള ഭക്തർ അവിടേക്ക് എത്തുമ്പോൾ എത്രത്തോളം കഠിനമായ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയും പരിശോധനയിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അടിക്കടി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്രയോ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിലാണ് അവിടെ നിന്ന് വീണ്ടും സ്വർണം കാണാതെ പോകുന്നതും അവിടെ പരിശോധന നടക്കുന്നതും ദിവസങ്ങൾക്കുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോഴും ആരാണ് അത് ചെയ്തത്, ആരാണ് ആ മോഷ്ടാക്കൾ എന്ന് കണ്ടെത്താനോ അവരിലേക്ക് എത്താനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അടിക്കടി ഈ സുരക്ഷാ വീഴ്ചകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതും വലിയൊരു ചോദ്യമല്ലേ? ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടാൽ മതി എന്നൊരു വിലയിരുത്തലാണ് പോലീസും മറ്റ് ഈ സുരക്ഷാ ഏജൻസികളുമൊക്കെ. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ദർശനത്തിനെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭക്തർക്ക് അസൗകര്യമുണ്ടാകാത്ത തരത്തിൽ പരിശോധനകൾ നടത്തുക, പൂർത്തിയാക്കുക, അത് തുടരുക എന്നതൊക്കെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് സാധാരണയായി അവിടെ എത്തുന്ന സാധാരണക്കാരായ ഭക്തർക്ക് അത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും കർശനമായ ഉപാധികളുമൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ അകത്തേക്ക് ദർശനം തേടി കടക്കാനും കഴിയുകയുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ ഈ വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ എത്തുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു ആതിഥ്യ മര്യാദ അത് തീർച്ചയായും മറ്റ് രാജ്യങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു അവസരം, ഒരു ഔചിത്യം അവരോട് കാണിക്കുന്നത്. അത് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവരൊരു വനിത കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ നിരവധി ആളുകൾ അവിടേക്ക് അതിന് സമീപത്ത് നിന്ന്, ഈ പത്മതീർത്ഥ കുളത്തിന് സമീപത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയൊക്കെ എത്താറുള്ളതാണ്. അങ്ങനെ ഒരു നടപടികൾക്ക് അപ്പുറത്തേക്ക് അതിലൊരു ദുരൂഹത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഡ്രോൺ പറത്തിയത് ഈ CCTV ക്യാമറയിൽ ശ്രദ്ധിക്കുന്ന സമയത്താണ് പെട്ടെന്നുള്ള ഒരു വയർലെസ് മെസ്സേജ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഡ്രോണിൽ ചിത്രങ്ങൾ പകർത്തി ഈ യുവതിയും അതോടൊപ്പം ഈ ഡ്രോണും ഇത് രണ്ടും കൂടെ അപ്രത്യക്ഷമാകുകയാണ്. അതാണ് അവർക്ക് ഈ കൊറിയൻ യുവതിയെ കണ്ടെത്താൻ കഴിയാതെ പോയ സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തിച്ചത്. അതായത് ഡ്രോൺ പറക്കുന്നത് മാത്രമാണ് കണ്ടത്, അതിനപ്പുറത്തേക്ക് അത് ആരാണ് കൈകാര്യം ചെയ്തത് എന്ന് ഈ ദൃശ്യങ്ങളിലൊന്നും പെട്ടെന്ന് വ്യക്തമായില്ല. അതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ കുഴച്ചത്. പിന്നീട് വിശദമായ അന്വേഷണം നടത്തി എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി നീക്കം നടത്തിയെങ്കിൽ ഫലം കണ്ടില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ എന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെയാണ് ഒരു കൊറിയൻ ബ്ലോഗർ ഇവിടെ എത്തുകയും അവർ ഈ പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് ഈ ഡ്രോൺ പറത്തിയതും ഈ കൊറിയൻ യുവതി തന്നെയാണ് എന്നൊരു സംശയത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തു. നമുക്കറിയാം അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അത്രത്തോളം ശക്തമാണ്. ഇപ്പോൾ നമ്മളത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഈ സ്വർണ്ണ മോഷണം പോയ സംഭവം, അതിനു മുമ്പും സമാനമായ ഈ വിളക്കുകളും ഉരുളിയും ഒക്കെ മോഷണം പോയ സംഭവങ്ങളും ഒക്കെ അവിടെ നിന്ന് അടിക്കടി ഉണ്ടാകുന്നതാണ്. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ യുവതി അവിടെ ഡ്രോൺ പറത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, നേരത്തെ തന്നെ ഫോണൊന്നും അകത്തേക്ക് കടത്തിവിടില്ലായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിന് മുൻവശത്തൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു.
ഇനി അതിനൊക്കെ ഒരു വിലക്കുണ്ടാകുമോ? കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുന്നറിയിപ്പുകൾ പങ്കുവെക്കുന്നുണ്ടോ? നിലവിലുള്ള അറിയിപ്പുകൾ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ക്യാമറ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ അത് കൃത്യമായി ഉടനടി അതിൽ നടപടിയെടുക്കാനുള്ള ഒരു സംവിധാനം കൂടി കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലുമൊക്കെ സജ്ജമാക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെട്ടതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ അവർക്ക് ഈ ഒരു മേഖലയിൽ കയറി ഈ പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഇതിങ്ങനെ കടത്തിവിടാൻ കഴിഞ്ഞു, ദൃശ്യങ്ങൾ ആ നിമിഷ നേരങ്ങളിലേക്കാണെങ്കിലും അത് പകർത്താൻ കഴിഞ്ഞു എന്നൊരു ആശങ്കയുണർത്തുന്ന കാര്യം. അത് ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയെ കണ്ടെത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ ഈ സംഭവത്തിലെ അവ്യക്തതകൾ മാറും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.